ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പുതുവർഷ സമ്മാനമായി നമുക്ക് ഇതുവരെ നടന്നിട്ടുള്ള നോട്ടിഫിക്കേഷനുകളിൽ, അതായത് 2023 ഡിസംബർ 30 വരെ നടന്ന നോട്ടിഫിക്കേഷനുകളിൽ പരീക്ഷ നടക്കാതെയിരുന്ന എല്ലാ തസ്തികകളുടെയും പരീക്ഷ സംബന്ധിച്ച ഒരു ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ എന്നാണ് പറയുന്നതെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് ഡേറ്റിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയും എന്ന ഒരു പ്ലാനിലേക്ക് എത്തിച്ചേരുവാൻ ഇത് നമ്മളെ സഹായിക്കും. ആദ്യമായി, വളരെ നാളുകളായി ഒരു ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞിരുന്ന, പരിഷ്കാരങ്ങൾ തന്നെ വേണ്ടത്ര അവധാനതയോടുകൂടി അല്ലാതെ അവതരിപ്പിച്ചിരുന്ന PSCയെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യബോധത്തിൻ്റെ പാതയിലെത്തിയ കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. എനിക്ക് തോന്നുന്നു പുതിയ ചെയർമാൻ എത്തിയതിനു ശേഷം PSCയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് പോസിറ്റീവായിട്ടുള്ള ഈ ഒരു ഡയറക്ഷൻ എന്ന് നമ്മൾ കരുതുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ പരീക്ഷാ ടൈം ടേബിളിൽ നിന്ന് തന്നെ നമുക്ക്, പരീക്ഷാ ടൈം ടേബിൾ നിങ്ങളുടെ മുന്നിലുണ്ടോ, ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. പരീക്ഷാ ടൈം ടേബിളിൽ വളരെ വ്യക്തമാണ് പ്രിലിംസും മെയിൻസുമുള്ള തസ്തികകൾ ഏതൊക്കെയാണ്, മെയിൻസ് മാത്രമുണ്ടാകുന്ന തസ്തികകൾ ഏതാണ്, ഇതൊക്കെ വ്യക്തമാണ്. എങ്കിലും പല ഉദ്യോഗാർത്ഥികളും വിളിച്ച് ചോദിക്കുന്നു, LDCക്ക് പോലും പ്രിലിംസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. LDCക്കോ LGSനോ ഒന്നും പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ 100 കണക്കിന് തസ്തികകൾ വരുമ്പോൾ അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളപ്പോൾ ഇതിൽ ഏതൊക്കെ തസ്തികകൾക്ക് പ്രിലിംസ് ഉണ്ടാകാം, ഏതൊക്കെ തസ്തികകൾക്കാണ് മെയിൻസ് മാത്രമുള്ളത് എന്നറിയാൻ നിങ്ങൾ ഒരുപക്ഷെ വളരെ സൂക്ഷ്മമായി ഇത് വായിച്ചു നോക്കിയാൽ മാത്രമേ കഴിയൂ. പലർക്കും അത് വായിച്ചു നോക്കുന്നുള്ള ക്ഷമയുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദിക്കുക. പക്ഷേ അവിടെ നിങ്ങളെ ഒന്ന് സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നിരിക്കുന്ന ടൈം ടേബിൾ പ്രകാരം പ്രിലിംസ് ഉള്ള തസ്തികകൾ ഏതൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ പ്രിലിംസ് ഉള്ള തസ്തികകൾ എന്ന് പറയുമ്പോൾ അവിടെ പ്രിലിംസും മെയിൻസും ഉണ്ടാവും. മറ്റ് തസ്തികകളൊക്കെ മെയിൻസ് മാത്രമുള്ളവയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു സൂചന നൽകിയാൽ മതിയാകുമല്ലോ. 10th ലെവൽ തസ്തികകളിൽ പ്രിലിമിനറിയും മെയിൻസുമുള്ള 5 തസ്തികകൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. 134/2023 സ്റ്റോർ കീപ്പർ, കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. 259/2023 സ്റ്റോർ കീപ്പർ, കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. 446/2023 അസിസ്റ്റന്റ് ടൈം കീപ്പർ, കേരള പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. 447/2023 നിങ്ങൾ ഏവരും അപേക്ഷകരായിട്ടുള്ള ലാബ് അസിസ്റ്റന്റ്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ മിക്ക ഉദ്യോഗാർത്ഥികളും അപേക്ഷകരായിട്ടുള്ള 587/2023 OA ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്. അപ്പോൾ ഇവിടെ 5 തസ്തികകളിൽ മാത്രമാണ് 10th ലെവലിൽ പ്രിലിമിനറിയും മെയിൻ പരീക്ഷയും ഉള്ളതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. 2023 നോട്ടിഫിക്കേഷൻ നടക്കുകയും പരീക്ഷ നടക്കാതിരിക്കുകയും ചെയ്ത തസ്തികകളിൽ ഈ 5 തസ്തികകളിൽ മാത്രമാണ് കമ്മീഷൻ പ്രിലിമിനറിയും മെയിൻ പരീക്ഷയും 10th ലെവലിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഇവയുടെ പരീക്ഷയെപ്പറ്റി വ്യക്തമായി ടൈം ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തസ്തികകളുടെ പ്രിലിമിനറി 2024 ഒക്ടോബറിനും ഡിസംബറിനുമുള്ളിലായി നടക്കും. മെയിൻ പരീക്ഷയാകട്ടെ 2025 ഉണ്ടാവുക. 2025 മാർച്ച് മെയ് മാസങ്ങൾക്കിടയിലായാണ് മെയിൻ പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്ന് +2 ലെവലിലുള്ള പോലീസ് കോൺസ്റ്റബിൾ, സിവിൽ എക്സൈസ് ഓഫീസർ ഇങ്ങനെയുള്ള തസ്തികകളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് പ്രിലിംസ് ഇല്ല, മെയിൻ പരീക്ഷ മാത്രമേ ഉള്ളൂ. അവ ഏതേത് ഡേറ്റുകളിലാണ് പരീക്ഷ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതെന്ന കാര്യം നമുക്ക് ടൈം ടേബിളിൽ കാണാൻ കഴിയും. അപ്പോൾ +2 തലത്തിലുള്ള ഒരു പരീക്ഷകൾക്കും പ്രിലിംസ് നിശ്ചയിച്ചിട്ടില്ല എന്ന് കാണാം. ഡിഗ്രി തലത്തിൽ കേവലം 6 തസ്തികകൾക്ക് മാത്രമാണ് പ്രിലിമിനറിയും മെയിൻസും ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ 6 തസ്തികകൾ കേരള ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ, മിൽമയിലെ മാർക്കറ്റിംഗ് ഓർഗനൈസർ, അതുപോലെ തന്നെ LSGI സെക്രട്ടറി, എക്സൈസ് ഇൻസ്പെക്ടർ, കേരള സിവിൽ പോലീസിലെ സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്നിവയാണ്. ഈ തസ്തികകളുടെ പ്രിലിമിനറിയും മെയിനും എന്നാണെന്ന കാര്യവും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രിലിമിനറി 2024 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ്. മെയിൻ പരീക്ഷ നടക്കുക ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ. 2024 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ്. തുടർന്ന് +2 തലത്തിലുള്ള തസ്തികകൾ പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങി ധാരാളം തസ്തികകളുണ്ട്. ഈ തസ്തികകളുടെയും
മറ്റു നൂറുകണക്കിന് തസ്തികകളുടെയും ഒക്കെ. അപ്പോൾ അവയെ സംബന്ധിച്ചൊക്കെ അവയ്ക്ക് ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ആ പരീക്ഷകൾ എപ്പോൾ നടക്കുമെന്ന കാര്യം ടൈം ടേബിളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ടൈം ടേബിളിൻ്റെയും അതുപോലെ തന്നെ PSC ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള സിലബസുകളുടെയും ലിങ്ക് ഞാൻ ഇതിന് താഴെ പിൻഡ് കമൻറ്റിലായി നൽകാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് PSC അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലെത്തി അത് കാണാൻ കഴിയുന്നതാണ്. എല്ലാ സിലബസുകളും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ഞാൻ ഈ SLC കാറ്റഗറിയിൽ പറഞ്ഞ 5 തസ്തികകൾ, അതുപോലെ തന്നെ ഡിഗ്രി തലത്തിൽ പറഞ്ഞ 5 തസ്തികകൾ, ഈ തസ്തികകൾക്ക് മാത്രമേ പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവുകയുള്ളൂ. മറ്റ് തസ്തികകൾക്കൊന്നും പ്രിലിംസ് ഉണ്ടാവില്ല, മെയിൻസ് മാത്രമേ ഉണ്ടാവൂ. PSC അതിൻ്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. PSC നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി നിശ്ചയദാർഢ്യം കൈക്കൊള്ളേണ്ടതും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടും മുന്നേറേണ്ടതും വിജയം കരസ്ഥമാക്കേണ്ടതും നമ്മുടെ ചുമതലയാണ്. അതിന് നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ചോദ്യം. തീർച്ചയായും നിങ്ങൾ തയ്യാറാവും. അത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഭാവി കരുപിടിപ്പിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അവിടെ സമൂഹത്തിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. സമൂഹവും നിങ്ങളെ മാനിച്ചു തുടങ്ങും. എല്ലാവരും വളരെ ആർജവത്തോടു കൂടി നമ്മുടെ ആത്മവിശ്വാസത്തെ 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. വിജയാശംസകൾ. ഗുഡ് ബൈ.